കയറി അധികം വൈകും മുൻപേ കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യത്തിന്റെ സൂചനകൾ ശക്തമാവുന്നു. പ്ലീഡർ നിയമനങ്ങളെ ചൊല്ലിയുള്ള വിവാദം ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ തുറന്ന വിമർശനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീഷിനെതിരെ KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഫേസ്ബുക്കിലൂടെ നടത്തിയ വിമർശനമാണ് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്ലീഡർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകരെയും വിദ്യാർത്ഥി നേതാക്കളെയും അവഗണിക്കുന്നുവെന്ന ആരോപണമാണ് KSU നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന പ്രയോഗം ഉദ്ധരിച്ചാണ് ഗോകുൽ ഗുരുവായൂർ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. അധികാരത്തിലെത്താൻ കഠിനാധ്വാനം ചെയ്ത അണികളെ പിന്നീട് മറക്കരുതെന്നും ഭരണ പദവികളിലെ തീരുമാനങ്ങളിൽ പാർട്ടി പ്രവർത്തകരുടെ വികാരം പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. പാർട്ടിക്ക് വേണ്ടി തെരുവിൽ സമരങ്ങളും കേസുകളും നേരിട്ട വിദ്യാർത്ഥി നേതാക്കളെ അവഗണിച്ച് നിയമനങ്ങൾ നടത്തുകയാണെന്ന ആരോപണവും പോസ്റ്റിലുണ്ട്. ഇതാണ് KSU പ്രവർത്തകർക്കിടയിൽ കടുത്ത അതൃപ്തിക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ. KSU യൂണിറ്റ് കമ്മിറ്റികൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ നിലപാടിന് പിന്നാലെയാണ് KSUവിന്റെ പരസ്യ വിമർശനം പുറത്തുവരുന്നത്. അതേസമയം അധികാരത്തിന്റെ അഹങ്കാരം മുൻ ഭരണാധികാരികൾക്ക് തിരിച്ചടിയായ ചരിത്രം ഓർക്കണമെന്ന മുന്നറിയിപ്പും ഗോകുൽ ഗുരുവായൂരിന്റെ കുറിപ്പിലുണ്ട്. EMS മുതൽ പിണറായി വിജയൻ വരെയുള്ള മുൻ മുഖ്യമന്ത്രിമാരെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ വിമർശനം ശക്തമാക്കിയത്. ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്ന ഈ പരസ്യ വിമർശനം കോൺഗ്രസിന് പുതിയ രാഷ്ട്രീയ വെല്ലുവിളി സൃഷ്ടിക്കുമോ എന്നതാണ് ഇനി ഉയരുന്ന പ്രധാന ചോദ്യം. പ്ലീഡർ നിയമന വിവാദം എങ്ങനെ പരിഹരിക്കപ്പെടും? അതിനോട് പാർട്ടി നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകളിൽ നിർണായകമാകും.